ഹലോ ഹായ് മക്കളെ. അപ്പോൾ നമ്മൾ +1 NCERTയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10 ലെക്ചേഴ്സ് കേട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക്സ് എല്ലാം കിട്ടി, കോൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആയി. നിങ്ങൾ ആ ക്ലാസ് നന്നായിട്ട് എല്ലാവരും എടുത്ത് വെച്ച് കാണുക. അപ്പോൾ നന്നായിട്ട് ക്ലിയർ ആയി. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കും. അതായത് പ്രോബ്ലം സെക്ഷൻ ഒത്തിരി ഉണ്ട്. തിയറി പാർട്ട് ചോദിക്കില്ല എന്നല്ല, തിയറി പാർട്ടും ഉണ്ട്. അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എന്ത് പ്രോബ്ലം സെക്ഷൻസ് ഒരുപാടുണ്ട്. അപ്പം ഈ ടീച്ചർ കുറച്ചൊക്കെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഓരോ കോൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് NCERTയിലെ ലാസ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോഴേ നിങ്ങളും ടീച്ചറിൻ്റെ കൂടെ തന്നെ ആ കോൺസെപ്റ്റുകൾ ഇപ്പം ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പോർഷൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നും ഏതൊക്കെയായിരുന്നു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഓരോ ക്ലാസ്സുകളും എടുത്ത് ആ കോൺസെപ്റ്റുകളൊന്നും എല്ലാം തറവാക്കി വെക്കണം. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലും പഠിപ്പിച്ച ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ്, ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റുകൾ ഇതെല്ലാം നിങ്ങൾ സൂക്ഷിച്ച് മനസ്സിലാക്കി വെക്കുക. കാരണം ഇക്വേഷൻസ് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ ആണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്ന ഡൗട്ട് വരത്തില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇക്വേഷൻസ് എല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതണം. അതിനു മുന്നേ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. എന്താണ് ആ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്, തന്നിരിക്കുന്ന കാര്യത്തിൽ നിന്നും നമ്മൾ എന്തിലേക്ക് എത്തണം, ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം എന്നില്ല. അത് 2-3 തവണ നിങ്ങൾ വായിച്ചു നോക്കുക. കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻ ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രാക്ടീസ് ആവുമ്പോഴേക്കും ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ എന്താണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് സ്വാഭാവികമായിട്ടും വരും. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് എടുത്തെഴുതണം. എന്നിട്ട് ഈ കാര്യങ്ങൾ വെച്ചിട്ട് ഏത് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്താൽ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്ന് നിങ്ങൾ അറിയണം. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം നമ്മൾ ക്വസ്റ്റ്യനെ സമീപിക്കാനായിട്ട്. ആദ്യം ക്വസ്റ്റ്യൻ 2-3 വട്ടം വായിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. വായിക്കുക, അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുക. ഈ തന്നിരിക്കുന്നതും കണ്ടുപിടിക്കാനും തമ്മിലുള്ള ഇക്വേഷൻ ഏതാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ക്വസ്റ്റ്യനിലേക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. Okay, calculate the number of electrons which will together weigh 1 gram. ഇതിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഇതിപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ 2 സബ് പാർട്ടുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ ഇപ്പോൾ വായിച്ചത്. എന്താണ്? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിച്ച് വിൽ ടുഗദർ വെയ് 1 gram. ഇപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാൽക്കുലേറ്റ് ചെയ്യണം. ടുഗദർ 1 gram വരുന്നത്. ഇപ്പം നമുക്ക് മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം അല്ലേ. അപ്പം മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 9.1 ഇൻറ്റു 10⁻⁻³ കിലോഗ്രാം ആണ് അല്ലേ. -31 കിലോഗ്രാം ആണ്. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്തിലാണ്? 1 ഗ്രാമിലാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് 10⁻³ കിലോഗ്രാം അല്ലേ. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻³ കിലോഗ്രാം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 1നെ നമ്മൾ ഈ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9.1 ഇൻറ്റു 10⁻⁻31 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി നമുക്ക് 10⁻³ കിലോഗ്രാം അല്ലേ, ഗ്രാമിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇൻറ്റു 10⁻³ ഇത് നമ്മൾ ചെയ്യണം. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഈ 10⁻31 അങ്ങ് മേളിൽ പോകുമ്പോൾ എന്താണ്? 10⁻31 ആവും അല്ലേ. അപ്പം 10⁻31 ഇൻറ്റു 10⁻³ താഴെ എന്തുള്ളൂ? ഇപ്പോൾ 9.1 ഉണ്ട്. അപ്പോൾ 10⁻31 ഇൻറ്റു 10⁻³ എത്ര വരും? 10⁻28 എന്ന് വരും. ഇൻറ്റു ഡിവൈഡഡ് ബൈ 9.1. അപ്പോൾ എത്രയാണ്? 1/9.1. അപ്പോൾ നമുക്ക് 10/91 എന്ന് കിട്ടും. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം 0, 100, 1 വീണ്ടും 9 വരും. അപ്പം നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. ഇപ്പം 91 ഇൻറ്റു 9 ചെയ്ത് നോക്കാം. 91 ഇൻറ്റു 9 81. അപ്പം 9 അപ്പം 81 എന്ന് വരും.
വീണ്ടും നമ്മൾ 0 ഇടുന്നു. അപ്പം 91 ഇൻറ്റു 8 ചെയ്ത് നോക്കാം. അപ്പം എത്ര വരും? 8 72. ഓക്കെ, അപ്പോൾ 8 78. ഓക്കെ, ഇതങ്ങനെ അങ്ങ് പോവും. അപ്പം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ 0.1098 ഇൻറ്റു 10⁻28. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? 1.098 ഇൻറ്റു 10⁻27 ആക്കാം. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അതിലുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. കാൽക്കുലേറ്റ് ദ മാസ് ആൻഡ് ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ. 1 മോൾ ഓഫ് ഇലക്ട്രോണിന്റെ മാസും ചാർജും കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി മാസും ചാർജും 1 മോൾ ഓഫ് ഇലക്ട്രോണിന്റെ കണ്ടുപിടിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ, ഇവിടെ നമുക്ക് മാസ് ഓഫ് ഇലക്ട്രോൺ അവിടുത്തെ പോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം എത്രയാണ്? 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം അല്ലേ മാസ് ഓഫ് ഇലക്ട്രോൺ. ഇനി ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? ചാർജ് ഓഫ് ഇലക്ട്രോൺ 1.6 ഇൻറ്റു 10⁻19 കൂളമാണ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഇപ്പൊ മാസ് ഓഫ് ഇലക്ട്രോണായി ചാർജ് ഓഫ് ഇലക്ട്രോണായി. പക്ഷെ നമ്മൾക്ക് എന്താ ചോദിച്ചത്? 1 മോൾ ഓഫ് ഇലക്ട്രോണിന്റെയാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ മാസ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ 1 മോൾ ഓഫ് ഇലക്ട്രോൺ എത്ര വരും? ഈ മാസിനെ നമ്മൾ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ 9.1 ഇൻറ്റു 10⁻31 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ, അതായത് 9.1 ഇൻറ്റു 10⁻31 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് വരും. ഇതിനെ നമ്മൾ ചെയ്യുമ്പം 022 ഇൻറ്റു 91. അപ്പം 2 2 0 6 18 1 ശിഷ്ടം 18 1 19 1 ശിഷ്ടം 1 9 6 54. അപ്പം 2 10 1 ശിഷ്ടം വീണ്ടും 10 6 1 7 7 1 8 4 5. അപ്പം നോക്കിക്കേ, നമുക്കൊരു വാല്യൂ കിട്ടി. ഇനി നമ്മൾ 1 2 3 4 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുവാണ്. അപ്പോൾ പോയിന്റ് ഇട്ടപ്പോൾ നമുക്ക് 54.800 സംതിങ് ഇൻറ്റു 10⁻31 23 ആണ്. അപ്പം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 8 വരും അല്ലേ? 10⁻8 എന്ന് വരും. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് 5.48 ഇൻറ്റു 10⁻7 കിലോഗ്രാം എന്ന് എഴുതാലോ. ഇപ്പം നമുക്ക് മാസ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ ആണ് കിട്ടിയത്. ഇപ്പം നമുക്ക് മാസ് കിട്ടി. മാസ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? അല്ല, നമുക്ക് ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോണും വേണം. ഇപ്പം ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ ഒക്കെ അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ. നമ്മുടെ ചാർജ് എത്രയായിരുന്നു? 1.6 ഇൻറ്റു 10⁻19 കൂളം ഇൻറ്റു ഇനി 1 മോൾ ഓഫ് ഇലക്ട്രോൺ ആയതുകൊണ്ട് അവോഗാഡ്രോ നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരും? 6.022 ഇൻറ്റു 10⁻23. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുമ്പം 6022 ഇൻറ്റു 16 അല്ലേ? അപ്പോൾ 2 6 12 1 റിമൈൻഡർ വരും. വീണ്ടും 12 13 അടുത്ത 0. അപ്പോൾ എന്താണ്? ഇവിടെ 1 ആവും. 6 36. അടുത്ത 2 2 0 6 ആഡ് ചെയ്യുമ്പോൾ 5 3 6 9. ഓക്കെ, അപ്പോൾ എത്ര കിട്ടിയ വാല്യൂ? ഇത് ഈ 4 സ്ഥാനം 1 2 3 4 സ്ഥാനം മാത്രമേ നമ്മൾ പോയിന്റ് ഇടണം. അപ്പോൾ വാല്യൂ 9.6 ഇൻറ്റു ഇനി 10⁻19 10⁻23 ആണ്. എത്ര വരും? 10⁻4 എന്ന് വരും. 4 കൂളം. ഇതാണ് ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? കിട്ടിയോ നിങ്ങൾക്ക്? അപ്പോൾ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? നമുക്ക് മാസ് ഓഫ് ഇലക്ട്രോൺ അറിയാം, ചാർജ് ഓഫ് ഇലക്ട്രോൺ അറിയാം. പക്ഷെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാസ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോണും ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോണും ആണ്. അപ്പോൾ മാസ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ആ 9.1 ഇൻറ്റു 10⁻31 നമ്മൾ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ചാർജ് അതായത് 1.6 ഇൻറ്റു 10⁻19 കൂളമിനെ നമ്മൾ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ ആണോ? ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ 1 മോൾ ഓഫ് മീഥേൻ. ഇത് ക്വസ്റ്റ്യൻ, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 3 പാർട്ടായിട്ടാണ് കിടക്കുന്നത്. അതിൽ ആദ്യത്തെ പാർട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നത് കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ 1 മോൾ ഓഫ് മീഥേൻ. 1 മോൾ ഓഫ് മീഥേനുള്ള
ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ കണ്ടുപിടിക്കണം. മീഥേൻ എന്ന് പറയുമ്പോൾ എന്താണ്? CH4. അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, എന്തിൽ, ഒരു മോള് മീഥേനിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിൻ്റെ മാസിനെ നമ്മൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ CH4 എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ 6ആണ്, 4 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ 10 വരും അല്ലേ. അപ്പോൾ 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ 1 മോൾ ഓഫ് മീഥേൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതെന്താക്കിയാൽ മതി? 6.022 ഇൻറ്റു 10⁻24 കിട്ടിയോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഇനി എൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കിക്കേ. അതിൽ തന്നെ 2 ഉണ്ട് അല്ലേ. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ആൻഡ് ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺസ് ഇൻ 7 mg ഓഫ് കാർബൺ 14. അവിടെ മാസ് ഓഫ് ന്യൂട്രോൺ തന്നിട്ടുണ്ട്. എത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാസ് ഓഫ് ന്യൂട്രോൺ തന്നിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ നമ്പറും കണ്ടുപിടിക്കണം, ടോട്ടൽ മാസും കണ്ടുപിടിക്കണം. എന്തിൻ്റെ? ന്യൂട്രോൺസ്. 7 mg ഓഫ് കാർബൺ 14 ഉള്ള നമ്മൾ ഇലക്ട്രോൺസും കണ്ടുപിടിക്കണം, ടോട്ടൽ മാസും കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ന്യൂട്രോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു, ഞാൻ അത് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ടോപ്പിലുള്ളവരെ മൈനസ് ബോട്ടമിലുള്ളവർ ചെയ്താൽ മതി. അപ്പം മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, ദാറ്റ് ഈസ് A മൈനസ് Z ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആണേ, അതായത് കാർബൺ 14 എന്നല്ലേ പറഞ്ഞേക്കുന്നത്? കാർബൺ 14 അപ്പോൾ എത്രയാണ്? സോ 14 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ആണ്. ഇനി നമ്മൾ 7, ഈ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയിലാണ് കണ്ടുപിടിക്കേണ്ടത്? 7 mg ഓഫ് കാർബൺ 14 ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ 7 mg ഓഫ് കാർബൺ 14. അതായത് മക്കളെ, അതായത് 7 ഇൻറ്റു 10⁻³ ഗ്രാം ഓഫ് കാർബൺ 14 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? അതിനായിട്ട് 7 ഇൻറ്റു 10⁻³ അതായത് ഗ്രാമിലോട്ട് ആക്കിയതാണ്. mg നമ്മൾ ഗ്രാമിലോട്ട് ആക്കിയതാണ്. -3 ഡിവൈഡഡ് ബൈ എത്രയാണോ അതിൻ്റെ മാസ് നമ്പർ, അതാണ് 14 ചെയ്താൽ മതി. എന്നിട്ട് ഇത്രയും ചെയ്തിട്ട് അതിനെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇൻറ്റു നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണെന്ന് വെച്ചാൽ അത് ചെയ്യുന്നു. കിട്ടിയോ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ 2.4 ഇൻറ്റു 10⁻21 എന്ന് കിട്ടും. അത്രയും എന്താണ്? അത്രയും ന്യൂട്രോൺസ് ആണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് നമ്മളിത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അത്രയും ന്യൂട്രോൺസ് ആണ് ഉള്ളത്. ഓക്കെ, എന്ത് ചെയ്താൽ മതി? ആ mgയിൽ തന്നിരിക്കുന്നതിനെ നമ്മൾ മാസ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു എത്ര ന്യൂട്രോൺസ് ഉണ്ട്. അപ്പോൾ ആ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 7/14 അത് വരുമ്പോഴേ നമുക്ക് 1/2 വാല്യൂ വരും. പിന്നെ ക്യാൻസൽ ചെയ്ത് പോയത് കണ്ടോ, 1/2 വരും. എന്നിട്ട് ആ 2ഉം 8ഉം കൂടെ നമുക്ക് കട്ട് ചെയ്യാം, അപ്പോൾ 4 വരും. അപ്പോൾ 6 പോയിന്റ് പിന്നെ 4 ഉള്ളൂ. അപ്പോൾ ഏകദേശം നമുക്ക് അല്ലാതെ നിന്ന് മനസ്സിലാകത്താണ് 24. അങ്ങനെ ഈസി വേയിൽ നിങ്ങൾ ചെയ്തു പോയാൽ മതി. ഓക്കെ, അപ്പോൾ 2.4 ഇൻറ്റു 10⁻21 ന്യൂട്രോൺസ് എന്ന അതിൻ്റെ എണ്ണം കിട്ടും. ഓക്കെ, ഇപ്പം നമുക്ക് എന്തേ ആയുള്ളൂ? ഈ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ടേ ആയുള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് മാത്രമേ നമ്മളിത് കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺസും ഇതേപോലെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് പേജ് എടുക്കാം. ഓക്കെ, ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺസ് ഇൻ 7 mg. നോക്കിക്കോ, ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺസ് ഇൻ 7 mg ഓഫ് കാർബൺ 14. അപ്പോൾ മാസ് ഓഫ് 1 ന്യൂട്രോൺ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. മാസ് ഓഫ് എ ന്യൂട്രോൺ തന്നിട്ടുണ്ട്. എത്രയാണ്? 1.6 ഇൻറ്റു 10⁻27 തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. എന്താണ്? മാസ് ഓഫ് 1 ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻27 കിലോഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ മാസ് എന്ത് ചെയ്താൽ മതി? ഈ മാസ് ഓഫ് 1 ന്യൂട്രോണിനെ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ കിട്ടിയ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് എത്രയായിരുന്നു നേരത്തെ കിട്ടിയത്? 2.4 ഇൻറ്റു 10⁻21 അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 2.4 ഇൻറ്റു 10⁻21 ഇൻറ്റു എത്ര വരും? 1.6 ഇൻറ്റു 10⁻27 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ നമുക്ക്
ചെയ്യുമ്പം 4.03 ഇൻറ്റു 10⁻⁻6 മാസ് അല്ലേ, അപ്പം -6 കിലോഗ്രാം എന്ന് വരും. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ -27 ആണേ. ഓക്കെ, -27 നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ആണ്, മാസ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്പർ ഓഫ് ന്യൂട്രോൺസിനെ ഈ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മാത്രമാണ്. അപ്പം നമുക്ക് മാസ് ഓഫ് ന്യൂട്രോൺ, ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺ കിട്ടി. ഓക്കെ ആണോ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല, ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനും അപ്പം നമ്മൾ ചെയ്തു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ആൻഡ് total number of protons in 34 gram of ammonia at STP. Will the answer change if the temperature and pressure are changed? അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺസും കണ്ടുപിടിക്കണം. നമ്പറും കണ്ടുപിടിക്കണം, മാസ് ഓഫ് പ്രോട്ടോൺസും കണ്ടുപിടിക്കണം. എന്തിലെ? 34 ഗ്രാം ഓഫ് അമോണിയയിൽ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം അമോണിയയെ പറ്റിയൊരു ധാരണ ഉണ്ടാവണം. എന്താണ് ഫോർമുല? NH3. അപ്പം നമ്മൾ ആദ്യം നമുക്ക് ഇവിടെ തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പം ആദ്യം ഒരു മോളിക്യൂൾ അമോണിയയിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ 1 മോളിക്യൂൾ അമോണിയ. ഒരു മോളിക്യൂൾ അമോണിയയിൽ എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ടെന്ന് നോക്കണം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ 1 മോളിക്യൂൾ ഓഫ് അമോണിയ എത്ര എണ്ണം ഉണ്ട്? 7 + 3 10 എണ്ണം, 10 പ്രോട്ടോൺസ് ഉണ്ട്. ഇനി 34 ഗ്രാം അമോണിയയിൽ എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 34 ഗ്രാം അമോണിയയിൽ. അപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 34 ഗ്രാം ഓഫ് അമോണിയ. 34 ഗ്രാം അമോണിയയിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന്. അപ്പം നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കുമ്പോഴേ നമുക്ക് അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പം 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു ക്വസ്റ്റ്യനിൽ 34 തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്. യെസ്, ഓക്കെ, 34 തന്നെയായിരുന്നു. ഓക്കെ, 34 ഇൻറ്റു 10⁻³ എന്ന് വെച്ചാൽ ഇവിടെ mg ആണ് നമ്മുടെ ചോദിച്ചിരുന്നത് അല്ലേ? 34 mg ആണ് ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ 10⁻³ നമ്മൾ ആദ്യം 6022 ഇൻറ്റു 34 ചെയ്യണം. അപ്പോൾ 4 8 8 8 0 24 6 6 0 3 18 എന്ന് വരും. 8 14 1 7 4 0 1 ഈ വാല്യൂ കിട്ടും. ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 17 നമ്മുടെ മാസ് അല്ലേ, ഡിവൈഡഡ് ബൈ 17 ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും ആൻസർ? 1.2044 ഇൻറ്റു 10⁻21 എന്ന് വരും. അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ബേസിക് കോൺസെപ്റ്റിലേ പഠിച്ചിട്ടുള്ളതാണ്. നമ്പർ ഓഫ് മോൾസും മോളിക്യൂൾസും ഒക്കെ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ? മനസ്സിലായോ? ഒന്നും ചെയ്തില്ല. എന്താ ചെയ്താൽ നമ്മളിത് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ നമ്പറും ടോട്ടൽ മാസും ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് കണ്ടുപിടിച്ചത്. എന്ത് ചെയ്തു? നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിച്ചു. അതിനെ നമ്മൾ ടോട്ടൽ മാസ് കൊണ്ടിട്ട് അതിൻ്റെ മാസ് കൊണ്ടിട്ട് മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അത്രേ ചെയ്തോളൂ. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ടോട്ടൽ നമ്പർ കണ്ടുപിടിച്ചു. ഇനി ടോട്ടൽ മാസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്തത് ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺസ്. ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻ 34 mg of ammonia at STP. Ammonia at STP. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ടോട്ടൽ മാസ് കണ്ടുപിടിക്കാൻ? നമുക്ക് മാസ് തന്നിട്ടുണ്ടല്ലേ, മാസ് ഓഫ് ന്യൂട്രോൺ തന്നിട്ടുണ്ട്. അതിനെ ഈ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കണ്ടുപിടിച്ചല്ലേ അല്ലേ? നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് വേണ്ടേ? ഇവിടെ നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കണ്ടുപിടിച്ചത്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയായിരുന്നു? 10 അല്ലേ? അപ്പം നമ്മൾ ഈ വാല്യൂവിനെ ഇൻറ്റു 10, ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻ 34 mg ഓഫ് അമോണിയ കണ്ടുപിടിക്കണം. അമോണിയ അതിന് എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂനെ, അതായത് 1.2044 ഇൻറ്റു 10⁻21 ഇൻറ്റു 10 ചെയ്താൽ മതി.
അപ്പോൾ എത്ര വരും? 1.2044 ഇൻറ്റു 10⁻22 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ കിട്ടിയ ടോട്ടൽ നമ്പറിനെ നമ്മൾ ആദ്യത്തെ ന്യൂട്രോണിന്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ടോട്ടൽ മാസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയായിരുന്നു മാസ് എന്ന് പറയുന്നത്? മാസ് എത്രയായിരുന്നു ന്യൂട്രോണിന്റെ? 1.675 ഇൻറ്റു 10⁻27. അപ്പോൾ ദറ്റ് ഈസ് ഈക്വൽ ടു 1.6726 ഇൻറ്റു 10⁻27 ഇൻറ്റു 1.2044 ഇൻറ്റു 10⁻22 ചെയ്യണം. അപ്പോൾ ഈ വാല്യൂ നമുക്ക് വേണമല്ലേ? നമുക്ക് ഇങ്ങോട്ട് കുറച്ച് സ്ഥലം വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അതായത് 16726 ഇൻറ്റു കുറച്ച് അങ്ങോട്ട് എഴുതാം. ഓക്കെ, 16726 ഇൻറ്റു 12044 ചെയ്യുമ്പം 6 4s are 24, 2 റിമൈൻഡർ വരും. 4 2s are 4 2 8 2 10, 1 ശിഷ്ടം. 4 7 28 1 29 2 ശിഷ്ടം. 4 6 24 2 6 2 2 ശിഷ്ടം. 4 1 4 2 6. ഓക്കെ, അടുത്തത് 6 4 24 2 ശിഷ്ടം. 4 2 8 2 10, 1 ശിഷ്ടം. 4 7 28 1 29 മേളിലുള്ളത് തന്നെ വരും കേട്ടോ. 4 6 24 2 26 2 ശിഷ്ടം. 4 1 4 2 6 വരും. അടുത്ത ഏതാണ്? എല്ലാം 0 വരും. 0 0 0. അടുത്ത 2 6 എത്രയാണ്? 2 6 12, 1 ശിഷ്ടം വരും. 2 4 5, 2 7 14 1, 2 6 12 1 13, 1 2 1 3 വരും. അടുത്ത സെയിം ആ നമ്പേഴ്സ് തന്നെ എഴുതാം. 6 2 7 6 1. ഇനി എല്ലാം കൂടെ ആഡ് ചെയ്യാം. 4 4 9 9 2 11 6 എത്ര വരും? 17, 1 3 18, 18 5 23 1 24, 2 ശിഷ്ടം. 6 4 10 12 14, 1 11 1 1. ഓക്കെ, ഇതാണ് നമ്മുടെ കിട്ടുന്ന വാല്യൂ. ഇനി നോക്കിക്കേ, 1 2 4 സ്ഥാനം ഇവിടെയുണ്ട്. ഇവിടെ എത്ര സ്ഥാനമാണ്? 3 4 3 7 എണ്ണം. 1 2 3 4 5 6 7 സ്ഥാനം. അപ്പോൾ ഇത്രയും നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ പോയിന്റ് ഇവിടെ വരും. ഓക്കെ, ഇവിടെ വരും. അപ്പോൾ വാല്യൂ എത്ര വന്നു? 2.014 ഇൻറ്റു 10⁻⁻5 കിലോഗ്രാം എന്ന് വരും. കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്? ഇത് കണക്ക് ഇച്ചിരി മൾട്ടിപ്ലിക്കേഷൻ ഭയങ്കര വാസ്റ്റായിട്ട് തോന്നുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം പ്രോബ്ലം ചെയ്യാൻ സിമ്പിളാണ്. ഇവിടുത്തെ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടി. അതിൽ നിന്ന് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺസ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻ 34 ഗ്രാമിലെ mg കണ്ടുപിടിക്കണം. സോ നമ്മൾ നേരത്തെ കിട്ടിയ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ മാസ് ഓഫ് ന്യൂട്രോൺസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് മാത്രമേ ചെയ്തുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, മനസ്സിലായോ ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഇല്ല. എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിൽ ദ ആൻസർ ചേഞ്ച് ഇഫ് ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ ചേഞ്ച്ഡ്? ടെമ്പറേച്ചറും പ്രഷറും മാറുന്നതിനനുസരിച്ച് ഇത് ആൻസർ ചേഞ്ച് ആവുമോ? ഇല്ല അല്ലേ? നോ ചേഞ്ച്. പ്രത്യേകിച്ച് ഒരു ചേഞ്ചും അവിടെ ഉണ്ടാവത്തില്ല. സോ നോ ചേഞ്ച്. ആ ആൻസറും കൂടെ എഴുതിയേക്കാം. നോ ചേഞ്ച്. പ്രത്യേകിച്ച് ഒരു ചേഞ്ച് പ്രഷറോ ടെമ്പറേച്ചറോ മാറുന്നു എന്ന് വെച്ചിട്ട് അവിടെ യാതൊരു ചേഞ്ചും സംഭവിക്കാൻ ഇടയില്ല. കാരണം പ്രഷറിന്റെ ടെമ്പറേച്ചറിന്റെ യാതൊരു കാര്യവും നമ്മളിവിടെ പറയുന്നില്ല. ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ? ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ 3 പാർട്ടായിട്ടാണ്. ആദ്യം എന്തായിരുന്നു? കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ 1 മോൾ ഓഫ് മീഥേൻ. 1 മോൾ മീഥേനുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കണം. അത് നമ്മൾ കണ്ടുപിടിച്ചു. എന്ത് ചെയ്തു? 10 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്തു. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ആൻഡ് ടോട്ടൽ മാസ് ഓഫ് മാസ് ഓഫ് ന്യൂട്രോൺസ് കാണണം. 7 mg കാർബൺ 14 ഉള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു, 8 എന്ന് കിട്ടി. അവിടെ നിന്ന് നമ്മൾ 7 mg കാർബൺ 14 നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ പോയി. എങ്ങനെയാണ്? 7 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ 14 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു നമ്പർ ഓഫ് പ്രോട്ടീൻസ്. അപ്പം നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ എന്താ ചെയ്തേ? ഒരെണ്ണത്തിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് കണ്ടുപിടിച്ചു. എന്നിട്ട് 34 ഗ്രാം അമോണിയയിലുള്ളതിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുന്നു. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കണ്ടുപിടിക്കുന്നു. അവിടെ നിന്നും ടോട്ടൽ മാസിലേക്ക് എത്തുന്നു. ഇതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്തത്. ക്ലിയർ ആയോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആർ ദെയർ ഇൻ ദ ഫോളോയിങ് ന്യൂക്ലിയൈ? ഈ താഴെ കുറച്ച് ഫോളോയിങ് ന്യൂക്ലിയസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? കാർബൺ 13 6, ഓക്സിജൻ 16 8, മഗ്നീഷ്യം 12 24, അയണിന്റെ 26 56. പിന്നെ
സ്ട്രോൺഷ്യം 38, 88. അപ്പോൾ ഇതിന്റെ എല്ലാം നമ്പർ ഓഫ് ന്യൂട്രോൺസും കാണണം, നമ്പർ ഓഫ് പ്രോട്ടോൺസും കാണണം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ന്യൂട്രോൺസും പ്രോട്ടോൺസും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? അറ്റോമിക് നമ്പരും ഉണ്ട്, മാസ് നമ്പരും ഉണ്ട്. നമ്മൾ എങ്ങനെയായിരുന്നു ആ എക്സ്പ്രഷൻ പഠിച്ചത്? ഇത് നമ്മുടെ ആറ്റം ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ എഴുതുന്നത്? ടോപ്പ് റൈറ്റ് ആയിട്ട് നമ്മൾ എന്താ എഴുതും? നമ്മൾ ഇവിടെ മാസ് നമ്പർ എഴുതും, ഇവിടെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എഴുതുന്നത്. മാസ് നമ്പർ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ A കൊണ്ട് നമ്മൾ സിംബലൈസ് ചെയ്യും, അറ്റോമിക് നമ്പറിനെ ക്യാപിറ്റൽ Z കൊണ്ട് നമ്മൾ സിംബലൈസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എലമെന്റുകളെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ആദ്യം വന്നിരിക്കുന്ന ആരാണ്? കാർബൺ 13, 6. അപ്പൊ കാർബണിന്റെ മാസ് നമ്പർ എത്രയാണ്? 13ഉം അറ്റോമിക് നമ്പർ എത്രയാണ്? 6ഉമാണ് വന്നിരിക്കുന്നത്. ഇനി ഈ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലേ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു, നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാ ചെയ്യുന്നത്? മുകളിലുള്ളവനിൽ നിന്ന് താഴത്തുള്ളവനെ മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താൽ പോരെ? മൈനസ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അതായത് മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ A മൈനസ് Z, ദാറ്റ് ഈസ് 13 മൈനസ് 6 ഈക്വൽ ടു 7 നമ്പർ ഓഫ് ന്യൂട്രോൺസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ആണ് അല്ലേ? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അറ്റോമിക് നമ്പർ തന്നെയാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ അടുത്ത് നോക്കിക്കേ. അടുത്ത് നമ്മുടെ വന്നിരിക്കുന്നത് രണ്ടാമത്തെ ഓക്സിജൻ 16, 8. അപ്പൊ ഇവിടുത്തെ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ Z എന്ന് പറഞ്ഞാൽ 8ഉം മാസ് നമ്പർ A എന്ന് പറഞ്ഞാൽ 16ഉമാണ്. അപ്പോൾ അറ്റോമിക് നമ്പർ അല്ലേ നമ്പർ ഓഫ് പ്രോട്ടോൺസ്? അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്ര തന്നെയാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് അറ്റോമിക് നമ്പർ ഈക്വൽ ടു 8. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ത് വരും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു ഈ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, ദാറ്റ് ഈസ് 16 മൈനസ് 8 ഈസ് ഈക്വൽ ടു 8 നമ്പർ ഓഫ് ന്യൂട്രോൺസ് വന്നു. ക്ലിയർ ആയോ? ഇനി അടുത്ത ആളാരാണ്? അടുത്ത ആളാരാണ്? മഗ്നീഷ്യം ആണ് അല്ലേ? മൂന്നാമത്തത് മഗ്നീഷ്യം ആണ്. മഗ്നീഷ്യം എത്രയാണ് നമ്പേഴ്സ് വന്നിരിക്കുന്നത്? 12ഉം 24ഉം. അപ്പൊ ഇവിടുത്തെ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 12 ആണ്. അതെന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് അത് തന്നെയാണ് അല്ലേ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് തന്നെയാണ് അറ്റോമിക് നമ്പർ. ഇവിടുത്തെ മാസ് നമ്പർ A എത്രയാണ്? മാസ് നമ്പർ A 24 അല്ലേ? അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 24 മൈനസ് 12, ദാറ്റ് ഈസ് 12 അല്ലേ? A മൈനസ് Z ആണ് ഇവിടെ ചെയ്തത്. മനസ്സിലായോ അല്ലേ? മുകളിലുള്ളവരിൽ നിന്ന് താഴത്തുള്ളവനെ മൈനസ് ചെയ്താൽ മതി. അടുത്ത ആളാണ് ക്വസ്റ്റ്യനിൽ? അടുത്ത ആള് അയൺ ആണ്. അയൺ 56, 26. നോക്കിക്കേ, നാലാമത്തത് അയൺ ആണ്. അയൺ 56, 26. അപ്പൊ അയണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? അയണിന്റെ അറ്റോമിക് നമ്പർ Z എത്രയാണ്? 26. അത് തന്നെയാണ് എന്ത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അറ്റോമിക് നമ്പർ തന്നെയാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അടുത്ത മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ A എന്ന് പറഞ്ഞാൽ 56. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിച്ചൂടെ? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു 56 മൈനസ് 26 ഈക്വൽ ടു 30. ഓക്കെ, നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിച്ചു. എന്ത് ചെയ്താൽ മതി? മുകളിലുള്ളവരിൽ നിന്ന് താഴത്തുള്ളവരെ മൈനസ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്ട്രോൺഷ്യം 88, 38. സ്ട്രോൺഷ്യം അഞ്ചാമത്തത്. സ്ട്രോൺഷ്യം 88, 38. ഓക്കെ, നോക്കിക്കേ. നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ മാസ് നമ്പർ A മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താൽ മതി. ഇവിടെ എത്രയാണ് മാസ് നമ്പർ A എന്ന് പറയുന്നത്? 88ഉം അറ്റോമിക് നമ്പർ 38ഉമാണ്. ദാറ്റ് ഈസ് 88 മൈനസ് 38 എത്ര വരും? 50 അല്ലേ? 50 വരും. ഇത്രേ ഉള്ളൂ. നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നു നമ്മൾ? മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? അറ്റോമിക് നമ്പറിന്റെ എണ്ണം തന്നെയാണ് എന്ത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ? ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ,
റൈറ്റ് ദ കംപ്ലീറ്റ് സിംബൽ ഫോർ ദ ആറ്റം വിത്ത് ദ ഗിവൺ അറ്റോമിക് നമ്പർ Z. അപ്പൊ കംപ്ലീറ്റ് സിംബൽ ഈ ഏതിന്റെയാണ്? അവിടെ നമുക്ക് അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പറിനെ സിംബലൈസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? Z വെച്ചിട്ടാണ്. മാസ് നമ്പറിനെ സിംബലൈസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? A വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ നോർമലി ഒരു എലമെന്റിനെ ഒരു ആറ്റത്തിനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? ആറ്റം എക്സ് ആണെങ്കിൽ അതിന്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ A ആണ്. നമ്മൾ എവിടെ കൊടുക്കും? ഇവിടെ റെപ്രസെന്റ് ചെയ്യും. അറ്റോമിക് നമ്പർ നമ്മൾ എവിടെ കൊടുക്കും? ഇവിടെ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവര് നമുക്ക് അറ്റോമിക് നമ്പറും തന്നിട്ടുണ്ട്, മാസ് നമ്പറും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് പറയണം. നോക്കിക്കേ, അറ്റോമിക് നമ്പർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് അറ്റോമിക് നമ്പർ 17ഉം മാസ് നമ്പർ 35ഉം ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ 17 വരുമ്പോൾ അത് ഏത് എലമെന്റ് ആണ്? ക്ലോറിൻ ആണ് അല്ലേ? അപ്പൊ ക്ലോറിന്റെ സിമ്പൽ എന്താണ്? Cl. അപ്പോ Cl. ഇനി അറ്റോമിക് നമ്പർ എത്രയാണ്? 17. മാസ് നമ്പർ എത്രയാണ്? 35. അപ്പൊ ക്ലോറിൻ ആണ് ഈ എലമെന്റ്. ക്ലോറിൻ ആണ്. അതിനെ സിംബലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും എഴുതി കൊടുത്തു. ഓക്കെ, അടുത്ത് നോക്കിക്കേ, അറ്റോമിക് നമ്പർ 92ഉം മാസ് നമ്പർ 233. ഏതാണ്? യുറേനിയം ആണ് അല്ലെ? യുറേനിയം 233 അല്ലെ? അപ്പോ യുറേനിയം ആണ് എലമെന്റ്. യുറേനിയം ആണ്. എങ്ങനെയാണ് നമ്മൾ സിംബലൈസ് ചെയ്യുന്നത്? യുറേനിയം സിമ്പൽ U ആണ്. അറ്റോമിക് നമ്പർ നമ്മൾ ബോട്ടത്തിൽ കൊടുക്കും, ദാറ്റ് ഈസ് 92. മാസ് നമ്പർ നമ്മൾ ടോപ്പിൽ കൊടുക്കും. ഓക്കെ, യുറേനിയം 233. അടുത്ത് നോക്കിക്കേ, അറ്റോമിക് നമ്പർ 4ഉം മാസ് നമ്പർ 9ഉമാണ്. അറ്റോമിക് നമ്പർ 4 എന്ന് പറയുമ്പോൾ അത് ഏതാണ്? ബെറിലിയം ആണ് അല്ലേ? ബെറിലിയം സിമ്പൽ ഏതാണ്? Be. ഇനി അറ്റോമിക് നമ്പർ നമ്മൾ ബോട്ടത്തിൽ കൊടുക്കും 4. മാസ് നമ്പർ എവിടെ കൊടുക്കും? ടോപ്പിൽ കൊടുക്കും 4, 9. ക്ലിയർ ആയോ? ഓക്കെ ആയോ? മനസ്സിലായോ? നമുക്ക് അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അതിന്റെ റെപ്രസെന്റേഷൻസ് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. സിമ്പിൾ അല്ലേ? ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ആദ്യം നമ്മൾ പഠിച്ചതാണ്. നിങ്ങളുടെ ടെക്സ്റ്റിന്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ആദ്യം മുതലുള്ളത് നമ്മൾ ചെയ്തു തുടങ്ങുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ച ഐസോബാർ, ഐസോടോപ്പ് ഒക്കെ പഠിച്ചില്ലേ? ആ ഭാഗത്ത് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓർമ്മയുണ്ടോ? ഓക്കെ.